നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സതീശൻ ഒരു പെരും നുണയനാണെന്നാണ് ഈ പ്രതിപക്ഷം പറയുന്നത്. അതായത് കഴിഞ്ഞ ഭരണപക്ഷം. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നുണകൾ മാത്രം പറയുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രോപ്പഗൻഡയും എടുത്തിട്ടുള്ള ആണ് നമ്മുടെ അന്നത്തെ ഭരണപക്ഷം. എം.വി. നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് സതീശനെതിരെ വലിയ നുണേശൻ എന്നുള്ള തരത്തിൽ ഉള്ള പ്രചാരണം നടന്നു വന്നത്. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നീട് എന്തായിത്തീരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സതീശൻ നുണ പറയുന്നു എന്നൊരു സംശയം എല്ലാവരിലേക്കും എത്തിച്ചേർന്നേക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടാറ്റയുടെ കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ വരുന്നുണ്ട്, 10,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകും എന്ന് ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ടാറ്റ ഗ്രൂപ്പ് ഇവിടേക്ക് വരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത് തൊട്ട് പിറ്റേന്ന് തന്നെ എക്കണോമിക്സ് ടൈംസിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പ് ആലോചിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സതീശൻ്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ സതീശൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്നും അതുപോലെ ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ കപ്പൽ നിർമ്മാണശാല സംബന്ധിച്ചുള്ള ആശയം കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരായിരുന്നു എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടെ ഇന്നലെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? ഈ ടാറ്റ ഗ്രൂപ്പ് പ്രതിനിധികൾ ഇവിടെ വന്നു കണ്ടു, ഏതാണ്ട് 300 കോടി രൂപയുടെ ഒരു നിക്ഷേപത്തിന് ആണ് അവർ എത്തിയത്. അത് സംബന്ധിച്ച ചിത്രസഹിതം പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടു. അത് ഏതാണ്ട് അറേഞ്ച്ഡ് ആണ് ആ പത്രസമ്മേളനം തോന്നുന്നു. കാരണം സതീശന് വേണ്ടി മിക്ക കാര്യങ്ങളിലും ഇപ്പോൾ മറുപടി പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. നമുക്കറിയാം, നിയമസഭയിൽ വെച്ച് കുട്ടനാട് MLA റെജി ചെറിയാൻ പറഞ്ഞ അവധി ചോദിച്ചപ്പോൾ, അവിടെ ചമ്പക്കുളം വള്ളംകളിക്ക് അവധി ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് സതീശൻ പറഞ്ഞ ആ വാക്കുകൾ മൈക്രോഫോണിലൂടെ ലോകം മുഴുവൻ കേട്ടപ്പോൾ അന്നും സതീശന് വേണ്ടി രംഗത്തെത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. സതീശൻ എന്നോടാണത് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റെജി ചെറിയാൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എണീറ്റതെന്നും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ബാക്കി തുടർച്ച എന്നോണമാണ് സതീശൻ വന്ന് എന്നോട് ഇങ്ങനെ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വേറൊരു വിഷയമായിരുന്നു എന്നും പറഞ്ഞ് അന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തി. എന്നാൽ അതുപോലെ തന്നെ ഇന്നലെയും ഇദ്ദേഹം സതീശൻ്റെ രക്ഷയ്ക്ക് വന്നു. ഈ 300 കോടി രൂപയുടെ നിക്ഷേപം പറയുന്നു. അപ്പോൾ സതീശൻ ബ്ലൂംബെർഗിനോട് പറഞ്ഞ 10,000 കോടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് കേരളത്തിൽ മൊത്തമുള്ള ഒരു നിക്ഷേപത്തിൻ്റെ കഥയാണ്. ടാറ്റയുടെ മാത്രമല്ല, അത് മറ്റു പലരുടെയും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെയാണ് നമുക്കിപ്പോൾ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം, ഗവൺമെൻറ് പ്ലീഡർ നിയമനം. ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ സതീശൻ നുണ പറയുന്നു എന്ന് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കാരണം അദ്ദേഹമാണ് അതിൻ്റെ പേരിൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ KSU ഇടഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനത്തിൽ KSUവിനെ തള്ളിപ്പറഞ്ഞെന്ന് മാത്രമല്ല, അവരെ അവഹേളിക്കുകയും ചെയ്തു. KSU ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അല്ല ഇവിടെ ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നത് എന്ന തരത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. ഇത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനം നടക്കുന്നതെന്നും ആ ലിസ്റ്റിലേക്ക് പലരെയും പല ജനപ്രതിനിധികളും ശുപാർശ ചെയ്തിട്ടുണ്ടാമായിരിക്കാം എന്നുമാണ് സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാബു തൊഴിപ്പാടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം അത് നോക്കുമ്പോൾ ഇതിനകത്ത് സതീശൻ പറഞ്ഞതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സതീശൻ്റെ പത്രസമ്മേളന വാർത്ത അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ 2 പേരുടെ നിയമനമാണ് വിവാദത്തിലായിരിക്കുന്നത്. ഒരാൾ SFIക്കാരിയും ഒരാൾ ABVPക്കാരനുമാണ് ആയിരുന്നു ലോ കോളേജ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 ആളുടെയും പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. AGയുമായൊക്കെ ചർച്ച ചെയ്താണ് നിയമനം നടത്തിയത്. നിയമനത്തെപ്പറ്റി ആരും പരാതി പറഞ്ഞിട്ടുമില്ല. തിരുവനന്തപുരം ലോ കോളേജിലെ KS യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെൻറ് പ്ലീഡറെ തീരുമാനിക്കുന്നത് എന്നാണ് സതീശൻ ചോദിച്ചത്. അപ്പോൾ ഇതിലൊരാൾ SFIയും രണ്ടാമൻ ABVP ആയിരുന്നു എന്നായിരുന്നു ആരോപണം. മികവ് കണക്കിലെടുത്തും പശ്ചാത്തലം പരിശോധിച്ചുമാണ് നിയമിച്ചത് എന്നാണ് സതീശൻ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ സാബു തൊഴിപ്പാടൻ എന്ന് പറയുന്ന അഭിഭാഷകൻ അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിങ്ങനെയാണ്: നന്ദി ബഹു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, താങ്കൾ വരികൾക്കിടയിൽ സത്യം പറഞ്ഞു.
ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മാനം കാത്തു. അതായത് ILC, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്. ILC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഞാൻ നന്ദി പറയുന്നു. ILC സംസ്ഥാന ഭാരവാഹികൾക്ക് കുനിഞ്ഞുപോയ തലകൾ സധൈര്യം നിവർത്തിപ്പിടിക്കാനായി. ഗവൺമെൻറ് പ്ലീഡർമാരായി നിയമിക്കപ്പെട്ട SFIക്കാരിയുടെയും RSSകാരൻ്റെയും പേരുകൾ വന്നത് ILC ഹൈക്കോർട്ട് യൂണിറ്റ് നൽകിയ ലിസ്റ്റിൽ നിന്നും എന്ന് സതീശൻ സമ്മതിച്ചു. അതുമതി. ILC ഹൈക്കോർട്ട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അനൂപ് നായരാണ്. സതീശൻ്റെ താൽപ്പര്യപ്രകാരം സംസ്ഥാന കമ്മിറ്റി സ്ഥാനം ഏൽപ്പിച്ച ആൾ, സതീശൻ്റെ സ്വന്തം ആള് ആണെന്ന് അവകാശപ്പെടുന്ന ഒരുത്തൻ. അത് ശരിയാണെന്ന് സതീശൻ തെളിയിച്ചു. സതീശൻ അനൂപിനെ സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിച്ചു. പ്രതിമാസ വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. നിരവധി പ്രഗത്ഭരായ കോൺഗ്രസ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഉള്ളപ്പോഴാണ് താരതമ്യേന ജൂനിയറും ഏറെ മികവ് അവകാശപ്പെടാനില്ലാത്തതുമായ അനൂപ് നായരെ സതീശൻ മേനോൻ സ്റ്റേറ്റ് അറ്റോർണി ആക്കിയത്. അനൂപ് നായർ തയ്യാറാക്കിയ കോൺഗ്രസ് അഭിഭാഷകരുടെ ലിസ്റ്റാണ് ILC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയാൾ ഒപ്പിടാതെ കൈമാറിയത്. അതും മുഖ്യമന്ത്രിക്ക് മൊത്തം ലിസ്റ്റ് കൈമാറുന്നതിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്ക്. സംസ്ഥാനത്തെ 14 ILC ജില്ലകളിൽ നിന്നും അതാത് പ്രസിഡന്റുമാർ ILC സംസ്ഥാന കമ്മിറ്റിക്ക് ലിസ്റ്റുകൾ ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയെങ്കിലും അനൂപ് നായർക്ക് സമയം കിട്ടിയില്ല. അനൂപ് നായർ കൈമാറിയ ലിസ്റ്റിൽ SFIക്കാരിയും RSSകാരനും കടന്നു കയറി കൂടിയത് സതീശൻ്റെ താൽപ്പര്യപ്രകാരമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടി രാജാവ് നഗ്നൻ എന്ന് പറഞ്ഞ KSUവിനെ തള്ളിപ്പറഞ്ഞ് അവഹേളിച്ച സതീശൻ അത് തെളിയിക്കുന്നു. സതീശൻ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം സ്വന്തം തലയിൽ പേറിയാൽ മതി. അത് ILC സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തലയിൽ തള്ളണ്ട. ഞങ്ങൾ അന്തസ്സുള്ള അഭിഭാഷകരാണ്. ILC സ്റ്റേറ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത മികച്ച അഭിഭാഷകരെ അവഗണിച്ച് SFIക്കാരിയുടെയും RSSകാരൻ്റെയും പശ്ചാത്തലവും മികവും തപ്പി സതീശൻ ഏറെ നേരം കളഞ്ഞു. കൂടെ കോൺഗ്രസ്സുകാരനല്ലാത്ത അഡ്വക്കേറ്റ് ജനറൽ ജൈജു ബാബുവും. കഷ്ടം. നേരിട്ട് പതിറ്റാണ്ടുകളായി അറിയാവുന്ന കോൺഗ്രസ് അഭിഭാഷകരെ ഒഴിവാക്കിയതിൻ്റെ കാരണം സതീശൻ പറയണം. SFIക്കാരിയെയും RSSകാരനെയും ILC ഹൈക്കോർട്ട് യൂണിറ്റിൻ്റെ ലിസ്റ്റിൽ തിരികെ കയറ്റിയ ശേഷം അതേ ലിസ്റ്റ് സൂത്രവഴിയിൽ ILC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നൽകിയ അനൂപ് നായരെ സ്റ്റേറ്റ് അറ്റോർണി സ്ഥാനത്ത് നിന്ന് ഉടനടി കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നീക്കം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ILC ഹൈക്കോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അനൂപിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി നിശ്ചയമായും സ്വീകരിക്കണം. ഒരു കാര്യം പറയട്ടെ, സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കരുത്. ആണത്തം കാണിക്കണം. അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ILC. കാര്യം വ്യക്തമാണ്. ILC അറിഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ RSSകാരനും SFIക്കാരിയും കടന്നുകൂടിയ വിവരം ILC അറിഞ്ഞിട്ടില്ല. സതീശൻ്റെ സ്വന്തം ആളായിട്ടുള്ള അനൂപ് നായർ എന്ന സ്റ്റേറ്റ് അറ്റോർണിയാണ് ഇതിനെല്ലാം പിന്നിൽ എന്നാണ് ILCയിലെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു വെക്കുന്നത്. ILCയിലേക്കും ഈ വിഭാഗീയത ബാധിച്ചിരിക്കുന്നു. കാരണം ഇത് ലിസ്റ്റ് ഉണ്ടാക്കി ILC നൽകിയ ലിസ്റ്റ് അല്ല വന്നിരിക്കുന്നത്, അനൂപ് നായർ ഉണ്ടാക്കിയ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതിന് ILCയുടെ അംഗീകാരമോ അറിവോ ഇല്ലെന്നാണ് സാബു തൊഴുപ്പാടൻ വക്കീൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഡീൻ കുര്യാക്കോസ് ഇന്നലെ ചോദിച്ചത് ഒരാൾ, അതായത് സന്ദീപ് വാര്യർ BJPക്കാരനായിരുന്നു, അദ്ദേഹം വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് MLA ആക്കിയില്ലേ? അതുപോലെയല്ല, 2022 ILCയിൽ ചേർന്ന ആളാണ് ഈ ലിയോണ എന്ന് പറയുന്ന SFIക്കാരി. അതുകൊണ്ട് തന്നെ അവർ 4 വർഷമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം കൊടുത്തത് എന്നാണ് ഡീൻ കുര്യാക്കോസിന് MP പറഞ്ഞത്. പക്ഷേ അപ്പോഴും അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന സന്ദീപ് വാര്യരെ അയാളുടെ യോഗ്യത നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ അയാളെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. പക്ഷേ അതുപോലെയല്ല ലിയോണയുടെ കാര്യം. അവരുടെ ഗവൺമെൻറ് പ്ലീഡർ എന്ന സ്ഥാനത്തേക്ക് അവർ വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും അതിൻ്റെ ആനുകൂല്യങ്ങളും പിന്നെ ആ പദവിയുടെ മഹത്വവും ഒക്കെ അവർക്ക് ലഭിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി തല്ലുകൊണ്ട, ജയിൽവാസം അനുഭവിച്ച നിരവധി അഭിഭാഷകർ ഈ നാട്ടിലുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നിവർ വ്യക്തമാക്കണം. മാത്രമല്ല, ഈ പറയുന്ന കള്ളക്കളി ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ സ്ഥാനപ്പേര് കൽപ്പിച്ചു നൽകാൻ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തിറങ്ങിയേക്കും.